നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചത് തിരിച്ചടിയായെന്ന് CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം. CPIM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരു പരിധിവരെ വിശ്വാസ്യത കിട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. അയ്യപ്പ സംഗമത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. LDF സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ് സംസ്ഥാന സമിതിയിലെ വിലയിരുത്തൽ. ഇനി 24 സൂപ്പർ എക്സ്ക്ലൂസീവിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ D മണിയുടെ സഹായി ശ്രീകൃഷ്ണനെ കണ്ടെത്തി 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും തനിക്ക് അറിയില്ലെന്ന് ശ്രീകൃഷ്ണൻ 24നോട് പറഞ്ഞു. ദിണ്ടിഗലിലുള്ള മണിയെയോ ബാലമുരുകനെയോ തനിക്കറിയില്ല. തനിക്കെതിരെ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്ന് സത്യമാണ്. SIT സംഘം രാജപാളയത്തുള്ള തന്റെ വീട്ടിൽ ഡിസംബർ 25-ന് എത്തിയിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു. തമിഴ്നാട് രാജപാളയത്തെ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT കഴിഞ്ഞ ദിവസം വിരുദ നഗറിൽ രാജപാളയത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ഇപ്പം 24നോടൊപ്പം ചേരുകയാണ്. സാർ, இந்த கேரளாவில் இருந்த SIT அங்கம் இங்கிட்ட வந்திருக்கா? என்கிட்ட வந்தாங்க. வீட்டில் நான் இல்லை. அன்னைக்கு கேரளாவில் ஒரு துஷ்டிக்கு போனேன். இடையில துஷ்டிக்கு போகலை. திருப்பி இங்கே வந்து அவங்க சொல்கிற டயத்துக்கு நைட்டு 2 மணி ஆகும்போது அவங்களுக்கு எங்கள் OP ஸ்டேஷன் வந்து ஆஜரானோன்னு என்கிட்ட கேட்டாங்க. நமக்கு அதுக்கும் சம்மந்தம் இல்லை அப்படின்னு எல்லாம் ப்ரூஃப் பண்ணி கிளியரா கொஞ்சம் போயிட்டாங்க. டிண்டிகல் மணியும் நீங்களும் தமிழ் என்ன பந்தம்? எந்த ஒரு பந்தமும் இல்லை. எந்த பந்தமும் இல்லை. அவங்கள யாரும் என்னன்னு தெரியாது. இதுக்கு எதுவுமே கிடையாது. நான் பார்த்த வேலை பழைய வேலை. அந்த இதில் எனக்கு கேஸ் இருக்கு. இரிடியம்ங்கிறதுல ஒரு கேஸ் இருக்கு. அது சம்மந்தப்பட்டு வந்தாங்கன்னா எல்லாம் தெளிவாக சொல்லியாச்சு. அப்போ அவங்கள யார் என்னன்னு கேட்டாங்க. போட்டோ காமிச்சா அவங்க தெரியுமா தெரியாதுன்னு சொல்றேன் அப்படின்னு. சரி, ரைட்டு போட்டு இந்த இது எடுக்க. சபரிமலையுமாயிட்டு உங்களுக்கு ஏதாச்சும் எந்த பந்தமும் இல்லை. கேரளாவில் ஏதாவது பிசினஸ் உங்களுக்கு இருக்கா? பிசினஸ் இல்லை. போய் வருவேன் எப்பவுமே. அங்கே போய் வருவேன். வண்டிப்பிரியார் என் ஊர், சொந்த ஊர். அங்கே போய் இப்போ எல்லாம் பார்த்து பேசி என் சொந்த பந்தமெல்லாம் அங்கே இருக்கு. ஏலக்காய், குருமிளகு இதெல்லாம் வாங்கி வருவேன், போவேன், எடுப்பேன். அப்படி சொர்ண பொருளை பற்றி ஏதாவது கேட்டிருக்கா அந்த SIT? சொர்ண பொருள்னே என்கிட்ட கேட்க கிடையாது. வந்திருக்காங்க, வீட்டை திடுத்துன்னு சர்ச் பண்ணாங்க, ஆர்டரோட வந்திருக்காங்க. எங்கள் OP ஸ்டேஷன்ல இருந்து SI எல்லாம் வந்து அவங்க சப்போர்ட்டோட வந்து இங்கே வந்து பார்த்துருக்காங்க. எந்த தெளிவும் இல்லை. பாலமுருகனை தெரியுமா? பாலமுருகன் எந்த பாலமுருகன்? தெரியாது. எதுவுமே பாலமுருகன் இல்லை. இங்கே உள்ள லோக்கல் ஆள் தவிர வேற வெளியில ஆட்களுக்கு எனக்கு பந்தம் இல்லை. உன்னிகிருஷ்ணன் போட்டி இதுதான். உன்னிகிருஷ்ணன் இல்ல, தெரியாது. எனக்கு தெரியாது. இது தெரியாது. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയാണ്. ഇത് தெரியாது. ഇത് எனக்கு தெரியாது. ഇവർ பார்த்ததே இல்ல. ഇവരുമായിട്ട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചു? ഇല്ല. SIT കണ്ടെത്തിയിരിക്കുന്നത്? ഇല്ല, கிடையாது. ശ്രീകൃഷ്ണൻ പറയുന്നത് കേരളവുമായിട്ട് ബന്ധമുണ്ട്. അത് വണ്ടിപ്പെരിയാറിലാണ്. അദ്ദേഹത്തിന്റെ നാടും വീടും ഒക്കെ അവിടെയാണ്. അവിടെ പോയി വരാറുണ്ട്. മൗണ്ട് എസ്റ്റേറ്റിലാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കേരളവുമായി മറ്റു വ്യവസായ ബന്ധങ്ങളൊന്നും തന്നെയില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയത്തില്ല. മുൻപ് ഇറീഡിയം കടത്തുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുമായി ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഈ വീട്ടിലേക്ക് കയറി SIT സംഘം പരിശോധന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗൽ സ്വദേശി D മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മണിയോടും സുഹൃത്ത് ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ശ്രീകൃഷ്ണനോടും മറ്റന്നാൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പ്രാദേശിക തലത്തിൽ സഖ്യമാകാൻ പവാറുമാർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നിൽ ശരത് പവാറിനൊപ്പം സഖ്യമുണ്ടാകുമെന്ന് അജിത് പവാർ വ്യക്തമാക്കി. പൂനെ കോർപ്പറേഷനിലും സഖ്യത്തിനായി ചർച്ച തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, പവാറുമാർക്കിടയിലെ മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണമാണോ ഇത്? പ്രതിൻ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് പിംപ്രി ചിഞ്ചുവാതിൽ. ഇവിടെ ഒരുമിച്ച് മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ അജിത് പവാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നീണ്ട കാലത്തെ ഒരു പിണക്കത്തിനുമൊക്കെ ശേഷം ഇരു പാർട്ടികളും അത് ഒരു ലയനത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ ഒരു സഖ്യമായി തെരഞ്ഞെടുപ്പിലെ
മത്സരിക്കും എന്നാണ് അജിത് പവാർ പ്രഖ്യാപിച്ചത്. പൂനെയിലും സഖ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സഖ്യത്തിലുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. ക്ലോക്ക് ചിഹ്നത്തിൽ തന്നെ ശരത് പവാറിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്ന അജിത് പവാറിന്റെ പിടിവാശിയാണ് അവിടെ ചർച്ചകൾ വഴിമുട്ടുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അങ്ങനെ പ്രാദേശിക തലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കാഴ്ച. ഇത് സംസ്ഥാന വ്യാപകമായി ഒരു ലയനത്തിലേക്കോ സഖ്യത്തിലേക്കോ കാര്യങ്ങൾ പോകും എന്നത് ഇത് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് ഇപ്പോൾ പിംപ്രി ചിഞ്ചുവാദ് അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാവുന്നത്. പ്രജി, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ആറ്റിങ്ങിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് ഉണ്ടായത്? രജിൻ, ഇന്ന് വൈകിട്ട് തോന്നക്കൽ AJ കോളേജിന് സമീപമാണ് ഈ കാറിന് തീപിടിച്ചത്. ആ സമയത്ത് തന്നെ സമയോചിതമായ നാട്ടുകാരാണ് ആദ്യം ഇടപെട്ടത്. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും എക്സ്റ്റിങ്യൂഷൻ കൊണ്ടുവന്നാണ് ഈ നാട്ടുകാർ തീയെ ശമിപ്പിച്ചത്. തീയുടെ എഞ്ചിൻ ഭാഗത്ത് മാത്രമാണ് തീ ഒതുങ്ങിയത്. പിന്നീട് എഞ്ചിൻ ഭാഗത്ത് തീ അണയാത്തപ്പോഴാണ് വീണ്ടും ആറ്റിങ്ങൽ നിന്ന് ഫയർ ഫോഴ്സ് സേന അവിടെ എത്തിയത്. അങ്ങനെ കാറിൽ വെള്ളം സ്പ്രേ ചെയ്ത് തുടർന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഈ കാറിലെ മുഴുവൻ തീയും അണയ്ക്കാൻ സാധിച്ചത്. ഈ കാറിൽ ഉണ്ടായിരുന്നത് വിജയകുമാർ, അതായത് മുണ്ടക്കൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള വിജയകുമാറാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വാഹനം കത്തിയ സമയത്ത് തന്നെ ഇയാൾക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നിലവിൽ ആർക്കും ഈ സമീപത്ത് ഉണ്ടായിരുന്ന പല ആളുകൾ ഉണ്ടായിരുന്നു കാർ പാർക്ക് ചെയ്ത സമയത്ത്, കാർ തീപിടിച്ച സമയത്ത്. അങ്ങനെ പക്ഷെ ആർക്കും നിലവിൽ പരിക്കുകളില്ല. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് നടപടി കർശനമാക്കുന്നതിനിടെ DCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടപടി നേരിട്ട കോൺഗ്രസ് വാർഡ് മെമ്പർമാരും നേതാക്കളും. വിപ്പ് നൽകിയെന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമാണ്. CPIM വിരോധത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതരുൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി കോൺഗ്രസ് തുടങ്ങി. DCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മറ്റത്തൂരിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കൾ. വിപ്പ് നൽകിയിരുന്നുവെന്ന DCC പ്രസിഡന്റിന്റെ വാദം സഖ്യ നേതാക്കൾ തള്ളി. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റിയല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കണം, നിർദ്ദേശങ്ങളുണ്ട്, അംഗീകരിച്ചാൽ പാർട്ടിക്ക് വഴങ്ങും. അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാവും. നടപടി അത് അദ്ദേഹത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയുമായി ധാരണ ഉണ്ടാക്കിയത് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ കോൺഗ്രസ് വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് മലക്കം പറഞ്ഞു. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. BJP നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഖ്യമായി മത്സരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. 24 തൃശൂർ. കൂറുമാറ്റക്കാരെ അയോഗ്യരാക്കാൻ നിയമ നടപടികളുമായി കോൺഗ്രസ്. അഗളിയിൽ LDFനൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെതിരെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കുമരകത്ത് 3 പഞ്ചായത്തംഗങ്ങളെ BJP പുറത്താക്കി. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDFന്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ N നായർ മത്സരിക്കും. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ ഗ്രൂപ്പ് തർക്കത്തിനിടെ ഭരണം നഷ്ടമായതിൽ നേരിട്ട് നടപടി സ്വീകരിക്കാനാണ് KPCC തീരുമാനം. LDF പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിക്കാനും നീക്കമുണ്ട്. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ മത്സരിച്ച കോൺഗ്രസുകാർക്കൊപ്പം നിന്നതിൽ LDFനുള്ളിലും പ്രതിഷേധം പുകയുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UDFനൊപ്പം നിന്നതെന്നാണ് LDFിൽ ഉയരുന്ന ആക്ഷേപം. ആലപ്പുഴ പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടുംതറയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഔസേപ്പച്ചനെ അയോഗ്യനാക്കാനുള്ള നിയമ നടപടികളും കോൺഗ്രസ് ആരംഭിച്ചു. പ്രസിഡന്റ് സ്ഥാനം നൽകാതിരുന്നതോടെയാണ് ഔസേപ്പച്ചൻ കൂറുമാറി LDFനൊപ്പം ചേർന്ന് പ്രസിഡന്റായത്. അതേസമയം മരിക്കും വരെ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നാണ് ഔസേപ്പച്ചന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോട് ഞാൻ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു 15 ദിവസത്തോടെ ഞാൻ DC ഓഫീസിൽ കയറി ഇറങ്ങുക, നേതാക്കന്മാരെ വിളിക്കുക, അവരെന്നോട് നോക്കാം, പരിഗണിക്കാം, അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് പോയിന്റിൽ എന്നോട് ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ. അതെന്നാ കേസാ അത്?
പിന്നെ ഞാനിതിനകത്ത് വെറും ഒരു മെമ്പറായിട്ട് നടക്കുന്നത്. പാലക്കാട് അഗളി പഞ്ചായത്തിൽ കൂറുമാറി LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മഞ്ജുവിനെതിരെ പാർട്ടി നാളെ ഹൈക്കോടതിയെയും സമീപിക്കും. കോട്ടയം കുമരകത്ത് BJP പിന്തുണയിൽ UDF സ്വതന്ത്രനെ പ്രസിഡന്റാക്കിയതിൽ വിവാദം തുടരുകയാണ്. BJP പിന്തുണ എന്നത് തെറ്റായ വാദമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക മാത്രമാണ് UDF ചെയ്തതെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ന്യായീകരണം. BJPയുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ അവർ സ്വതന്ത്രരല്ലേ? ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെ അദ്ദേഹം ആ നിലയിലോട്ട് പോയി? അതേസമയം സംഭവം വിവാദമായതോടെ 3 മെമ്പർമാരെ BJP പുറത്താക്കി. മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ തർക്കത്തിൽ UDF നേതൃത്വം ധാരണയിലെത്തി. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും. ന്യൂസ് ഡെസ്ക് 24. ചെന്നൈ വിമാനത്താവളത്തിൽ ആരാധകർ നിലവിട്ടതിനെ തുടർന്ന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നിലത്തു വീണു. ആരാധകരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. ഇനി കായിക വാർത്തയിലേക്കാണ്. ശ്രീലങ്കയ്ക്കെതിരായ 4-ാം T20-യിൽ ഇന്ത്യക്ക് ജയം. 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്കൻ പോരാട്ടം 191 റൺസിൽ അവസാനിച്ചു. പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലെത്തി. പരമ്പരയിലെ അവസാന മത്സരം ചൊവ്വാഴ്ച കാര്യവട്ടത്ത് നടക്കും. ശ്രീലങ്കയ്ക്കെതിരായ 4-ാം T20-യിലും തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 30 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആരാധകർ കാത്തിരുന്നതുപോലെ ഇന്ത്യ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താണോ ആരാധകർ കൊതിച്ചത്, അതുപോലെ തന്നെ ഒരു വമ്പൻ സ്കോർ, ഒരു റെക്കോർഡ് സ്കോർ തന്നെയാണ് ഇന്ത്യ സ്കോർ ബോർഡിലേക്ക് ചേർത്തത്. 221 റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് സ്മൃതി മന്ദാനയുടെയും ഷഫാലി വർമ്മയുടെയും ഋച്ച ഘോഷിൻ്റെയൊക്കെ തന്നെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. നേരത്തെ 2024 നേടിയ 217 എന്ന സ്കോർ മറികടന്നാണ് നമ്മുടെ കാര്യവട്ടത്ത് പുതിയൊരു റെക്കോർഡ് ഇന്ത്യ നേടിയത്. സ്മൃതി മന്ദാന കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഫോമില്ലാതെ വലിയ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ സ്മൃതി ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഗംഭീര പ്രകടനം. 80 റൺസാണ് സ്മൃതി നേടിയത്. ഒപ്പം തന്നെ തുടർച്ചയായ 3-ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മ 79 റൺസ് നേടി. ഇരു താരങ്ങളും റെക്കോർഡ് പാർട്ണർഷിപ്പ് 162 റൺസ് എന്ന ഇന്ത്യയുടെ ഏതൊരു വിക്കറ്റിലെയും 2020-യിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കി. ഒപ്പം തന്നെ ലോക ക്രിക്കറ്റിലെ തന്നെ 2020-യിലെ തന്നെ ഏറ്റവും മികച്ച 1-ാം വിക്കറ്റ് കൂട്ടുകെട്ട് കൂടിയാണ് സ്മൃതി ഷഫാലി സഖ്യം സ്വന്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ ഇരു താരങ്ങളും പെട്ടെന്ന് പോയെങ്കിൽ പോലും 162 എന്ന സ്കോറിന് തൊട്ടടുത്ത് പോയത് പിന്നെ ഋച്ച ഘോഷ് കളത്തിലെത്തുകയും പതിവായി എന്താണോ ഋച്ച ഘോഷിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗംഭീര കാമിയോ ഇന്നിംഗ്സിലൂടെ 40 റൺസ് നേടി. അങ്ങനെ ഇന്ത്യ 221 റൺസ് എന്ന ഗംഭീര സ്കോറിലെത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ ശ്രീലങ്ക നിരാശപ്പെടുത്തുമെന്നാണ് ആരാധകർ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. വമ്പൻ ചേസ് തന്നെയായിരുന്നു. പക്ഷേ സ്കോറിനടുത്ത് ലക്ഷ്യത്തിനടുത്ത് എത്താനായില്ലെങ്കിൽ പോലും 30 റൺസ് അകലെ വീണെങ്കിൽ പോലും ലങ്ക സീരീസിൽ ആദ്യമായി എന്തെങ്കിലും ചെയ്തു. ഇന്ത്യക്ക് ചെറിയ തരത്തിലെങ്കിലും വെല്ലുവിളി ഉയർത്തി എന്ന തരത്തിലുള്ള ഒരു മത്സരമായി ഇത് കാണുന്നു. ആരാധകരെല്ലാവരും എന്തായാലും വൻ ഹാപ്പിയാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്മൃതിയുടെയൊക്കെ കളി കാണാനുള്ളതെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച പോലെ അവരെല്ലാവരും തകർത്തു. പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയല്ലേ എൻജോയ്. സൂപ്പർ കളി, കണ്ടതിൽ കിടിലൻ കളിയായിരുന്നു. കാത്തിരുന്ന പോലെ ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് കിട്ടിയത് തന്നെയാണ് ഒരു വലിയ കാര്യം. പിന്നെ സ്മൃതിയും നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പൊളിച്ച് അടി കിട്ടിയെങ്കിലും പക്ഷേ നല്ലൊരു കളി ജയിപ്പിച്ച് ഒരു രക്ഷയില്ല. നല്ല മത്സരമായിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഷഫാലി നന്നായിട്ട് കളിച്ചു. പിന്നെ ദീപ്തി ശർമ്മയൊക്കെ ബോൾ ചെയ്തു. പരമ്പരയിൽ ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്. അതും നമ്മുടെ കാര്യവട്ടത്ത് തന്നെയാണ്. ചൊവ്വാഴ്ചയാണ് ഈ മത്സരം നടക്കുന്നത്. ആ മത്സരം കൂടി ജയിച്ച പരമ്പര 5-0 തൂത്തുവാരാനാണ് ഹർമൻപ്രീത് കൗറും സംഘവും ഇറങ്ങുന്നത്. 6 മാസത്തിനപ്പുറം നടക്കുന്ന 2020 ലോകകപ്പിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരുക്കം തന്നെയാണ് ഈ പരമ്പരയിലൂടെ കിട്ടിയത്. കേരളത്തിലേക്ക് ആദ്യമായി വിരുന്നെത്തിയ ആ ടൂർണമെന്റ് അന്താരാഷ്ട്ര വനിതാ 20 ടൂർണമെന്റ് അങ്ങനെ അവിസ്മരണീയമാക്കി. അങ്ങനെ റെക്കോർഡ് ബുക്കിൽ കൂടി ഇടം പിടിച്ചാണ് ഈ 4-ാം 2020 അവസാനിക്കുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24.
സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ദൈനംദിന നടത്തിപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ മിഡ് ഡേ മീൽ സ്കീം സോഫ്റ്റ്വെയർ പണിമുടക്കി. കണക്കുകൾ സോഫ്റ്റ്വെയർ വഴി സമർപ്പിക്കാൻ കഴിയാതെ വന്നതോടെ പാചക തൊഴിലാളികളുടെ വേതനം മുടങ്ങും. 24 എക്സ്ക്ലൂസീവ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയായ മിഡ് ഡേ മീൽ സ്കീം സോഫ്റ്റ്വെയർ പണിമുടക്കിയിട്ട് നാളേറെയായി. പദ്ധതിയുടെ ദൈനംദിന നടത്തിപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയതോടെ ഉദ്യോഗസ്ഥർ ആശങ്കയിലാണ്. ഈ മാസം 5 മുതൽ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ ഹാജർ നിലയും ചോറ്, കറികൾ, മുട്ട, പാൽ, മറ്റു ഭക്ഷ്യവിഭവങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിന്റെയും വിശദവിവരങ്ങൾ തുടങ്ങിയവ ദൈനംദിനം രേഖപ്പെടുത്തുന്നത് സോഫ്റ്റ്വെയർ മുഖേനയാണ്. മാവേലി സ്റ്റോറിൽ നിന്ന് അരി ലഭിക്കുമ്പോൾ സ്റ്റോക്ക് എൻട്രി നടത്തുന്നതും പാചക തൊഴിലാളികളുടെ ഓരോ മാസത്തെയും റിപ്പോർട്ടുകളും മറ്റും ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ മുഖേനയാണ്. അത് മുടങ്ങിയാൽ പാചക തൊഴിലാളികളുടെ വേതനം മുടങ്ങും. പാചക തൊഴിലാളികളുടെ ശമ്പളം കിട്ടണമെങ്കിൽ അടുത്ത മാസം 10 മുമ്പായി ചെലവുകളുടെ കണക്കുകൾ പ്രധാനാധ്യാപകർ നൽകണം. ഈ മാസത്തെ ചെലവ് കണക്ക് ഇതുവരെ തയ്യാറാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ചെലവിനുള്ള തുക ലഭിക്കുന്നത് മുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇത് അധ്യാപകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. അരിയുടെ സ്റ്റോക്ക് എൻട്രി നടത്താൻ സാധിക്കാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയതായി പ്രധാനാധ്യാപകരും ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപകരും പറയുന്നു. ഡിസംബർ 31 മുമ്പ് പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാകും. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വയ്ക്കാനാണ് നിർദ്ദേശം. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കാമെന്ന സംശയവും ഉയരുന്നുണ്ട്. 24 കൊല്ലം. ഇന്ന് നടന്ന LDF യോഗത്തിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ പങ്കെടുത്തില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണി യോഗത്തിലെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. പെട്ടെന്നറിയിച്ച യോഗമായതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. കേന്ദ്രത്തിനെതിരായ സമരം തീരുമാനിക്കാനാണ് LDFന്റെ നേതൃയോഗം ഇന്ന് ചേർന്നത്. വലുതും ചെറുതുമായ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും യോഗത്തിനെത്തിയപ്പോൾ ഒരു പാർട്ടിയുടെ അസാന്നിധ്യം മാത്രം ശ്രദ്ധിക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ അസാന്നിധ്യമായിരുന്നു അത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയോ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജോ ആണ് സാധാരണ LDF യോഗത്തിന് എത്തുന്നത്. രണ്ടുപേരും വന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സജീവ ചർച്ചാ വിഷയമായിരിക്കെ സംഭവിച്ച മുന്നണി യോഗത്തിന്റെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. പെട്ടെന്ന് അറിയിച്ചതുകൊണ്ടാണ് പാർട്ടി പ്രതിനിധികൾ മുന്നണി യോഗത്തിന് എത്താതിരുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ വിശദീകരണം. ജോസ് കെ മാണിക്ക് പാലായിൽ മറ്റു പരിപാടികളുണ്ടായിരുന്നു. സ്റ്റീഫൻ ജോർജിന് സുഖമില്ല. പാർട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ലണ്ടനിലാണെന്നുമാണ് വിശദീകരണം. ഇന്നലെ വൈകുന്നേരമാണ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് യോഗം നിശ്ചയിച്ച വിവരം ഘടകകക്ഷികളെ അറിയിച്ചത്. വേണമെങ്കിൽ ഏതെങ്കിലും നേതാവിനെ മുന്നണി യോഗത്തിലേക്ക് അയക്കാനാവുമായിരുന്നു. അതിന് കേരള കോൺഗ്രസ് എം നേതൃത്വം ഉത്സാഹം കാട്ടിയില്ല എന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഓഫീസിനെ ചൊല്ലി MLAയും കൌൺസിലറും നേർക്കുനേർ. MLA ഓഫീസ് ഒഴിയണമെന്ന BJP കൌൺസിലർ R ശ്രീലേഖയുടെ ആവശ്യം രാഷ്ട്രീയ മര്യാദകേടെന്ന് VK പ്രശാന്ത് MLA. VK പ്രശാന്ത് സഹോദര തുല്യനാണെന്നും മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയല്ല അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നുമാണ് R ശ്രീലേഖയുടെ പ്രതികരണം. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും ചർച്ചയായ സ്ഥിതിക്ക് രേഖകൾ പരിശോധിക്കുമെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. മലപ്പുറം നിലമ്പൂരിൽ വനത്തിൽ സ്വർണ്ണഖനനം നടത്തിയ 7 പേർ പിടിയിൽ. മണൽ അരിച്ചാണ് വൻതോതിൽ സ്വർണ്ണഖനനം നടത്തിയത്. ഇതിനായി ഉപയോഗിച്ച മോട്ടോർ പമ്പ് സെറ്റ് ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. നിലമ്പൂർ വനമേഖലയിലെ മരുത ഭാഗം മുതൽ നിലമ്പൂർ മോടവണ്ണ വരെയുള്ള ചാലിയാർ പുഴയുടെ ഭാഗങ്ങളിൽ മണലിൽ സ്വർണത്തിന്റെ അംശമുണ്ട്. ഇത് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വൻതോതിൽ അരിച്ചെടുത്ത കേസിലാണ് 7 പേരെ വനംവകുപ്പ് പിടികൂടിയത്. മമ്പാട് പള്ളിപ്പാടം സ്വദേശികളായ ജാഫർ, റസാഖ്, അലവിക്കുട്ടി, അഷ്റഫ്, സക്കീർ, ഷമീം, സുന്ദരൻ എന്നിവരാണ് പിടിയിലായത്. നിലമ്പൂർ റേഞ്ച് പനയങ്കോട് സെക്ഷൻ പരിധിയിലുള്ള ആയിരവല്ലിക്കാവ് മേഖലയിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പ്രതികൾ സ്വർണം അരിച്ചെടുക്കുകയായിരുന്നു. പ്രതികൾ കുറെ ദിവസമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നിലമ്പൂർ നോർത്ത് DFOക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാലും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. 24 മലപ്പുറം. KPCC ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയ ഗാനം തെറ്റിച്ചുപാടി. ജനഗണമനയ്ക്ക് പകരം ജനഗണമംഗള എന്നാണ് പാടിയത്. തെറ്റ് തിരുത്താതെ തന്നെ നേതാക്കൾ തുടർന്ന് ദേശീയ ഗാനം പാടി മുഴുവിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷം. വേദി KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ. പതാക ഉയർത്തലിനും മറ്റും ശേഷം ദേശീയ ഗാനം. ജനഗണമനയ്ക്കു പകരം ജനഗണമംഗള എന്ന് വനിതാ നേതാവ് പാടിയത് ഏറ്റുപാടി
മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, ദീപാദാസ് മുൻഷി, VM സുധീരൻ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. മുൻപ് പൊതുപരിപാടിയിൽ ഇതേ രീതിയിൽ ദേശീയഗാനം തെറ്റിച്ചാലപിച്ച മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയായിരുന്നു ചടങ്ങിലെ ഹൈലൈറ്റ്. കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിൽ KPCC ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പിണഞ്ഞ അബദ്ധം സോഷ്യൽ മീഡിയയിൽ വൈറലായി. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.